നിലവിൽ ഈ കൗൺസിലിന്റെ നടപടി, അതായത് ഇത് കാലാവധി എത്ര വരെ ഉണ്ട് നിലവിൽ താങ്കൾക്ക് അവിടെ? മാർച്ച് മാസം 31 വരെ, ഈ ഫൈനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് വരെ നിലവിലെ കൗൺസിൽ തീരുമാനമുണ്ട്. അത് കഴിഞ്ഞ് കോർപ്പറേഷൻ എന്താണോ തീരുമാനിക്കുന്നത് അപ്പോൾ നമുക്ക് നിയമപരമായി അത് നേരിടാം. ഇത് മനഃപൂർവ്വം ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ശ്രീലേഖ ശ്രമിച്ചതായി. അല്ല, അത് ശ്രീലേഖ IPS ഒറ്റയ്ക്ക് ഈ ഒരു ആവശ്യപ്പെട്ടതായിട്ട് ഞാൻ കരുതുന്നില്ല. അത് ബന്ധപ്പെട്ട കോർപ്പറേഷൻ അധികാരികളുമായിട്ട് ആലോചിച്ചിട്ടായിരിക്കണം ഇങ്ങനെ വിളിച്ചതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ബന്ധപ്പെട്ട കോർപ്പറേഷൻ അധികാരികൾ അത് പറയട്ടെ. രാഷ്ട്രീയ ലാഭം തോന്നുന്നുണ്ടോ? ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ 7 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ്, ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ഓഫീസ്, ഇതുവരെയും നേരത്തെ ഇരുന്ന BJP കൌൺസിലർ അടക്കം ഒരു പ്രയാസവും പറയാത്ത ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് MLA ഒഴിയാൻ ആവശ്യപ്പെടുകയാണ്. അത് ആ സ്ഥലത്തിന്റെ MLA ആയിരിക്കുന്ന ഒരാളോട് അങ്ങനെ പറയുന്നത് മര്യാദയാണോ എന്ന് ഈ വിളിച്ച ശ്രീലേഖ IPSഉം ബന്ധപ്പെട്ട കോർപ്പറേഷൻ അധികാരികളും ആലോചിക്കണം. ഇതിൽ ടൈമിംഗ് പ്രധാനമല്ല. കാരണം അവർ കൌൺസിലർ തിരഞ്ഞെടുക്കപ്പെട്ട് കുറച്ച് നാളുകളായി. പക്ഷെ അവർ ആവശ്യപ്പെടുന്നത് മേയർ സത്യപ്രതിജ്ഞ തൊട്ട് പിറ്റേന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ടൈമിംഗ് പ്രധാനം തന്നെയല്ല. ഒരു കോൺസ്പിറസി ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടോ? അല്ല, അത് ഞാനല്ല അത് മറുപടി പറയേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീലേഖ ഒറ്റയ്ക്ക് അങ്ങനെ ഒരു MLA വിളിച്ച് ഒഴിയണമെന്ന് ആവശ്യപ്പെടാൻ സാധ്യതയില്ല. അത് ബന്ധപ്പെട്ട ചില ആളുകളുമായിട്ട് ആലോചിച്ചിട്ടായിരിക്കും ഈ തീരുമാനം അവർ ഫോൺ മുഖാന്തരം ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് നിയമപരമായ മാർച്ച് വരെ 31 വരെ കാലാവധിയുണ്ട്. ആ കാലാവധി വരെ ഒഴിയാൻ സാധിക്കില്ല. അതിനു മുമ്പ് ഒഴിപ്പിക്കണമെങ്കിൽ നിങ്ങൾ നടപടിയെടുത്തോ, ഞങ്ങൾ നിയമപരമായി നേരിടും എന്നുള്ളതാണ് പറഞ്ഞത്. മാത്രമല്ല പ്രശാന്ത്, മനസ്സിലാക്കുന്നത് ഈ മെയ് 10 നിയമസഭാ സമ്മേളനം അവസാനിക്കുകയാണ്. അതുവരെയും നീട്ടി നൽകണം ആവശ്യപ്പെട്ട് പ്രശാന്ത് ഓൾറെഡി ഒരു കത്ത് സെക്രട്ടറി കൊടുത്തിട്ടുണ്ട് അല്ലേ? നേരത്തെ തന്നെ അത് അവർ സബ്മിഷൻ കൊടുത്തിട്ടുള്ളതാണ്. അതായത് കരാർ കാലാവധി അവസാനിക്കുന്നത് മുതൽ വീണ്ടും MLA കാലാവധി ടേണർ കഴിയുന്നത് വരെ അനുവദിക്കണമെന്ന് കാണിച്ചുകൊണ്ട് നേരത്തെ തന്നെ കത്ത് കൊടുത്തിട്ടുള്ളതാണ്. അതിന്മേൽ നഗരസഭ തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രയാസം ഇതുവരെയും ആരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അപ്പോൾ MLA ഓഫീസിലേക്ക് വരുന്ന ജനങ്ങളുടെ തിരക്കും മറ്റു കാര്യങ്ങളും നമുക്ക് ഊഹിക്കാമല്ലോ. കൌൺസിലർ, നേരത്തെ ഇരുന്ന കൌൺസിലറും രാവിലെ കുറച്ച് സമയമാണ് അദ്ദേഹം അവിടെ ചെലവഴിക്കുന്നത്. ബാക്കി സമയം അദ്ദേഹം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടായിരിക്കും നിൽക്കുക. സ്വാഭാവികമായിട്ടും ഞാനവിടെ മുഴുവൻ കൈയടക്കി എന്നൊക്കെ പറയുന്നത് ഇതിനൊക്കെ എങ്ങനെയാണ് മറുപടി പറയുക? അവിടെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കി കൊടുക്കാം. അതേ എനിക്ക് പറയാനുള്ളൂ.